ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഭഗവതി മഠം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത്. ഇന്ന് ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസമായ വിനായക ചതുർത്ഥി എന്നറിയപ്പെടുന്ന ആ ഗണേശ ഉത്സവത്തെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും പുത്രനായ ഗണേശ ഭഗവാന്റെ തിരു അവതാര ദിവസമാണ് ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രവും ചതുർത്ഥിയും ചേർന്ന് വരുന്ന ദിവസം. എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ ചതുർത്ഥി നാളിലാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത്. അത്തം നക്ഷത്രവും വിനായക ചതുർത്ഥി ദിവസവും ഒന്നിച്ചു വരുന്നത് പലപ്പോഴും വളരെ വിരളമായാണ്. കാരണം ഇവിടെ അത്തം നക്ഷത്രത്തിനല്ല, ആ ചതുർത്ഥി എന്നുള്ള തിഥിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ ഓരോ ആഘോഷങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ആചരണങ്ങൾക്കും പ്രാധാന്യമായി നമ്മൾ കൽപ്പിക്കുന്നത് എപ്പോഴും തിഥിയാണ്. അഷ്ടമി രോഹിണി, അതുപോലെ വെളുത്ത വാവ്, കറുത്ത വാവ്, അങ്ങനെയൊക്കെയുള്ള ഓരോ ആഘോഷങ്ങൾക്കും നമ്മൾ തിഥിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നക്ഷത്രത്തെക്കാൾ ഉപരിയായിട്ട് നമ്മൾ തിഥിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെ തിഥിയാണ് നമ്മുടെ ആചാരങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിനായക ചതുർത്ഥി നാളിൽ ഗണേശ ഭഗവാന് ഇഷ്ട വഴിപാടുകളൊക്കെ നേർന്ന് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഫലം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ്. വിനായക ഉപാസകർക്ക് അല്ലെങ്കിൽ ഗണേശ ഉപാസകർക്ക് വളരെയധികം ഗുണങ്ങൾ തരുന്ന അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഒരുപാട് ഫലങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു ദിവസമാണ് വിനായക ചതുർത്ഥി ദിവസം. ഭഗവാന്റെ ജന്മദിനമായി കരുതി പോരുന്ന ആ ദിവസത്തിന് വേണ്ടിയിട്ട് ഒന്നിലധികം ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. തിരു അവതാര ദിവസമായാണ് ആ ആഘോഷം നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഐതിഹ്യം കൂടി പറയുന്നുണ്ട്. ഈ വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ ദർശിക്കുവാൻ പാടില്ല എന്ന്. നിലാവ് ദർശിച്ചാൽ അന്ന് പേരുദോഷം കേൾക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് ഒരു വർഷത്തിനിടയ്ക്ക്. അപ്പൊ അതിന്റെ ഐതിഹ്യം പറയുമ്പോൾ പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. എല്ലാ ഐതിഹ്യങ്ങളും വന്നെത്തുന്നത് ചന്ദ്രഭഗവാൻ ഗണേശ ഭഗവാനെ പരിഹസിച്ച് ചിരിച്ചു എന്നും ആ ചിരിയിൽ കുപിതനായ ഗണേശ ഭഗവാൻ ചന്ദ്രഭഗവാനെ ശപിച്ചു എന്നുള്ളതുമാണ്. ശാപം ഇങ്ങനെയാണ്: ചതുർത്ഥി ദിവസം ചന്ദ്രനെ ദർശിച്ചു കഴിഞ്ഞാൽ ആ ദർശിക്കുന്നവർക്ക് ഒരു വർഷക്കാലത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള അപഖ്യാതികൾ അല്ലെങ്കിൽ പേരുദോഷം കേൾക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു ഗണേശന്റെ ശാപം. ശാപമുക്തിക്ക് വേണ്ടിയിട്ട് ചന്ദ്രൻ അപേക്ഷിച്ചപ്പോൾ ശാപം തിരിച്ചെടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ പരിഹാരമായി പറഞ്ഞിരുന്നത് ഗണേശ ഉപാസനയും അതുപോലെ ഗണേശ വ്രതവും ഗണേശന് ഇഷ്ടമുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു. ഈ ചതുർത്ഥി ദിവസം അബദ്ധവശാൽ ചന്ദ്രനെ നോക്കുന്നവർക്ക് പരിഹാരമായി ഗണേശ ക്ഷേത്ര ദർശനവും ഗണേശ ഉപാസനയും ഗണേശ പ്രാധാന്യമുള്ള വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ആ ഒരു ഐതിഹ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു കഥയിൽ നമ്മൾക്ക് നേടിത്തരുന്ന അല്ലെങ്കിൽ കാട്ടിത്തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് മറ്റുള്ളവരെ പരിഹസിക്കാൻ പാടില്ല എന്നുള്ള കാര്യം, അത് നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ മനസ്സിലാക്കി തരുന്ന ഒരു ഐതിഹ്യമാണ് ഈ ചന്ദ്രഭഗവാനും ഗണേശ ഭഗവാനും തമ്മിലുള്ള ആ ഒരു കാര്യം. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിച്ച് അവരെ കുറ്റപ്പെടുത്തുന്ന രീതി നമുക്കുണ്ടെങ്കിൽ നമ്മളത് പൂർണ്ണമായും ഒഴിവാക്കുക. അത് നമ്മൾ വേണ്ടെന്ന് വെക്കുക. ആ ശീലം വേണ്ടെന്ന് വെക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പൂർണ്ണതകൾ നിറഞ്ഞ അല്ലെങ്കിൽ വളരെയധികം സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം മുമ്പോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും. മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമ്മൾ അസൂയപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ജീവിതമാണ് വ്യർത്ഥമാകുന്നത്. വിനായക ചതുർത്ഥി നാളിൽ വ്രതമനുഷ്ഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ള വ്രതങ്ങൾ പോലെ തന്നെ തലേ ദിവസം ഒരിക്കൽ നിന്ന് വിനായക ചതുർത്ഥി ദിവസം രാവിലെ ക്ഷേത്ര ദർശനം നടത്തി ഗണപതി ഹോമം മുതലായ വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിച്ച് വൈകുന്നേരം വരെ ക്ഷേത്രത്തിൽ കഴിയാൻ കഴിയുമെങ്കിൽ അങ്ങനെ ക്ഷേത്രത്തിൽ തന്നെ ആ ഒരു ദിവസം തള്ളി നീക്കുക. അതല്ല എങ്കിൽ ജോലിക്ക് മറ്റോ പോകേണ്ടവരാണ് എങ്കിൽ രാവിലെ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത ശേഷം ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി അവരുടെ കാര്യങ്ങൾക്ക് കഴിഞ്ഞിട്ട് വൈകുന്നേരം വീണ്ടും ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. ചതുർത്ഥി നാളിൽ ചെയ്യാൻ പ്രത്യേക വഴിപാടുകൾ ഗണപതി ഹോമം തന്നെയാണ് ഏറ്റവും പ്രാധാന്യമായി കരുതിപ്പോരുന്നത്. പിന്നെ ഗണേശന് ഇഷ്ടവിഭവങ്ങളായിരിക്കുന്ന മോദക സമർപ്പണം, അതുപോലെ കറുക സമർപ്പണം, മുക്കൂറ്റി സമർപ്പണം, നാളികേരം ഉടയ്ക്കൽ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വഴിപാടുകൾ ഈ ചതുർത്ഥി ദിവസം നമുക്ക് ഗണേശ പ്രതിക്കായി ചെയ്യാവുന്നതാണ്. കേരളത്തിൽ വടക്കേ ഇന്ത്യയിൽ കാണപ്പെടുന്ന തരത്തിൽ തന്നെയുള്ള ഗണേശ ഉത്സവവും നടത്തപ്പെടാറുണ്ട്. 10 ദിവസം മുമ്പേ തന്നെയുള്ള ഒരുക്കങ്ങളാണ് ഇതിനു വേണ്ടി നടത്തപ്പെടുന്നത്. കേരളത്തിലെ പലയിടങ്ങളിലും ഗണേശോത്സവം വളരെ ഭംഗിയായി തന്നെ കൊണ്ടാടുന്നുണ്ട്. ഗണേശ വിഗ്രഹ നിമഞ്ജനവും ഗണേശ പൂജയും ഒക്കെ ഈ ഗണേശോത്സവത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും നടന്നു വരുന്നു. ഈ വിനായക ചതുർത്ഥിക്ക് ഭഗവാന്റെ അനുഗ്രഹം നേടുവാൻ എല്ലാവരും ഗണപതി ക്ഷേത്രത്തിലെത്തി
അവിടെ വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിച്ച് ഭഗവാന്റെ കാരുണ്യം എല്ലാവരും ഉൾക്കൊള്ളണമെന്ന് എല്ലാവരെയും അറിയിക്കുന്നു. വരുന്ന സെപ്റ്റംബർ മാസം 7-ാം തീയതി ശനിയാഴ്ചയാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസം ഗണേശ ഭഗവാന്റെ തിരു അവതാര ദിവസമായ അന്ന് എല്ലാവർക്കും ഗണേശ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.